ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ വിധി വന്നിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല, റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യാനാകുന്നത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നൽകുന്നില്ല. എറണാകുളം CJM കോടതിയുടെ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയാണ്. കോടതി കേസ് പരിഗണിച്ച ഉടൻ തന്നെ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നു. രാവിലെ വിശദമായ വാദപ്രതിവാദം ഉച്ചയ്ക്ക് ശേഷവും തുടർന്നിരുന്നു. 14 ദിവസത്തേക്ക് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. അർജുൻ മട്ടന്നൂരും സൈഫുന്നീസ അലിയാരും ചേരും വിശദാംശങ്ങളുമായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചിരിക്കുന്നു എറണാകുളം CJM കോടതി. ജാമ്യം നൽകി കഴിഞ്ഞാൽ പ്രതി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സാക്ഷികളെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയിരുന്നത്. ഈ വാദങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എറണാകുളം CJM കോടതിയുടെ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു 14 ദിവസത്തേക്ക്. അധിക്ഷേപ പരാതിയിൽ ഹണി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്നതാണ്. പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിയിരിക്കുന്നു കോടതി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. കോടതിയുടെ വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങളിലേക്കും നമുക്ക് പോകേണ്ടതുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. നേരത്തെ എപ്പോൾ വേണമെങ്കിലും പോലീസിന് മുന്നിൽ ഹാജരാകാം, അന്വേഷണവുമായി സഹകരിക്കാം തുടങ്ങിയ വാദങ്ങളാണ് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചിരുന്നത്. ഇപ്പോഴത്തെ ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അഭിഭാഷകന്റെ വാദങ്ങൾ കോടതി തള്ളിയിരിക്കുന്നു എന്നാണ്. അലി അക്ബർ ഷാ ചേരുന്നു വിശദാംശങ്ങളുമായി. അലി, ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക് പോവുകയാണ്. കോടതി വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? അലി, കേൾക്കാമെങ്കിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ തന്നെയാണ് കോടതിയിൽ നടന്നിരുന്നത്. ഒടുവിലിതായി അല്പം മുൻപാണ് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ തള്ളിക്കൊണ്ട് തന്നെ കോടതിയുടെ തീരുമാനം എത്തിയിരിക്കുന്നു. എന്താണ് വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും വിനീത, അതിനിർണായകമായ വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലേക്ക് പോകുന്നു. 14 ദിവസമാണ് റിമാൻഡ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുമെന്ന പൂർണ്ണമായ ആത്മവിശ്വാസം പ്രതിഭാഗം പങ്കുവച്ചിരുന്നു. കോടതിക്ക് അകത്തു നിന്ന് നൽകുന്ന വിവരം അനുസരിച്ച് ഈ വിധി പ്രസ്താവം കേട്ടതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിന് കോടതി മുറിയിൽ വെച്ച് തല കറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നുള്ള വിവരം കൂടിയാണ് അർജുൻ മട്ടന്നൂർ